ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന ഭാഗമാണ്. അതിൽ പാർട്ട് 2 ആണ്. പാർട്ട് 1 എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് അഥവാ ദ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഒരു നിശ്ചിത വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കാൻ ദ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ ബുക്ക് ഓൺ ദ ടേബിൾ ഈസ് മൈൻ. ആ മേശപ്പുറത്തിരിക്കുന്ന ആ ബുക്ക് എൻ്റെയാണ്. ആ മേശപ്പുറം അതായത് ദ ടേബിൾ, ആ ബുക്ക്, ദ ബുക്ക്, ആ സാധനം, ആ വസ്തു എന്ന് ഉദ്ദേശിക്കുന്നതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ദ ബുക്ക്, ദ ടേബിൾ, ദ ചെയർ. ആ മേശ, ആ കസേര, ആ ടേബിൾ എന്നൊക്കെ പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സൺ, മൂൺ, എർത്ത്, വേൾഡ്, ഗ്ലോബ്, യൂണിവേഴ്സ്, സ്കൈ തുടങ്ങിയ പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് മുന്നിൽ ഇത് ഉപയോഗിക്കുന്നു. ഇവയൊക്കെ തന്നെ എന്താ, ലോകത്തല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത്തരത്തിൽ പ്രപഞ്ചത്തിൽ അതുല്യമായിട്ടുള്ള വസ്തുക്കൾക്ക് മുന്നിൽ നമ്മൾ എന്ത് ചേർക്കുന്നു? ഇത് ചേർക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ സൺ, ദ വേൾഡ്, ദ മൂണ്. ഇതൊക്കെ എന്താ? ഇതൊക്കെ പ്രപഞ്ചത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അതുല്യമായിട്ടുള്ളവയാണ് അല്ലേ? ഇത്തരത്തിലുള്ളവയ്ക്ക് മുമ്പിലായിട്ട് നമ്മൾ എന്ത് ചേർക്കുന്നു? ഇത് ചേർക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഒരു വർഗത്തെയോ ഒരു വിഭാഗത്തെയോ പ്രതിദാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏകവചന നാമത്തിന് മുന്നിൽ ഇത് ഉപയോഗിക്കുന്നു. ഇപ്പം നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിളായിട്ട്, ദ കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ അല്ലേ? കൗ എന്ന് പറയുന്നത് ഇവിടെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? മൊത്തത്തിലുള്ള അനിമൽ വർഗത്തിൽ ഒന്നാണ് കൗ അല്ലേ? അത് ഉപയോഗമുള്ള ഒരു അനിമലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വർഗത്തെയോ ഒരു വിഭാഗത്തെയോ പ്രതിദാനം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കുന്നു? ഇത് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഒരു ഗ്രന്ഥകർത്താവിൻ്റെ പേരോടുകൂടിയ പുസ്തകങ്ങൾക്ക് മുന്നിൽ ഇത് ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, ഷേക്സ്പിയേഴ്സ് റോമിയോ ആൻഡ് ജൂലിയറ്റ്, അതായത് ഷേക്സ്പിയറിൻ്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എഴുതിയതാരാ? ഷേക്സ്പിയർ അല്ലേ? ഇവിടെ എന്താണ്? ഒരു പ്രോപ്പറായിട്ടുള്ള നൗണാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർ നൗണിന് മുമ്പിലായിട്ട് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ, റഫറൽ ബുക്സ് തുടങ്ങിയവയ്ക്ക് മുന്നിൽ ഇത് ഉപയോഗിക്കുന്നു. ഇപ്പം രാമായണം, എൻസൈക്ലോപീഡിയ, ഗീത, ഇതൊക്കെ എന്താണ്? വിശുദ്ധ ഗ്രന്ഥങ്ങളും റഫറൽ ബുക്സൊക്കെയാണ്. അപ്പം ഇത്തരം വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം നൗൺസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിളായിട്ട്, ഇത് രാമായണ, ഇത് എൻസൈക്ലോപീഡിയ, ഇത് ഗീത എന്നിങ്ങനെ നമ്മൾ ഉപയോഗിക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. റിവർ, കനാൽ, സീസ്, ഓഷൻ, സ്ട്രീറ്റ്സ്, ഗൾഫ് എന്നിവയ്ക്ക് മുന്നിൽ ഇത് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, ഇത് നിള, ഇത് സൂസ് കനാൽ, ഇത് അറേബ്യൻ സീ. ഇപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നൗണുകൾക്ക് മുന്നിൽ നമ്മൾ എന്ത് ചേർക്കുന്നു? ഇത് ചേർക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മൗണ്ടെയിൻ, റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് എന്നിവയ്ക്ക് മുമ്പിൽ ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, ഹിമാലയ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ഇവയ്ക്കൊക്കെ മുമ്പിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഐലൻഡുകൾ ചേർന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒത്തിരി ഐലൻഡുകൾ ചേർന്നുള്ള വയ്ക്ക് മുമ്പിലും ഹിമാലയംസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി മലനിരകളൊക്കെ ഉള്ള സ്ഥലങ്ങൾക്ക് ചേർന്ന് വരുന്ന ഒത്തിച്ച് പറയുന്നവയ്ക്ക് മുമ്പിലൊക്കെ നമ്മൾ എന്ത് ചേർക്കും? ഇത് ചേർക്കും. എന്നാൽ ഇവ സിംഗിൾ ഐലൻഡായിട്ട് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ പീക്കിനെ അല്ലെങ്കിൽ ഹിൽസിനെ നമുക്ക് എന്ത് പറയാം? അവയ്ക്ക് മുമ്പിലായിട്ട് നമുക്ക് എന്ത് ചേർക്കണ്ട? ഇത് ചേർക്കണ്ട. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ശ്രീലങ്ക ഒരു സിംഗിൾ ഐലൻഡാണ്. അപ്പോൾ അതിന് മുമ്പിലായിട്ട് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എവറസ്റ്റ് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ പീക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളവയ്ക്ക് മുമ്പിലൊന്നും എന്ത് ചേർക്കേണ്ട ആവശ്യമില്ല? ഇത് ചേർക്കേണ്ട. അവ കൂട്ടമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം പോലെ കൂട്ടമായിട്ട് പറയുന്ന സമയത്ത് മാത്രം നമുക്ക് എന്ത് ചേർത്താൽ മതി? ഇത് ചേർത്താൽ മതി. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അൾട്ടിമേറ്റ്, നെക്സ്റ്റ്, ലാസ്റ്റ് എന്നീ വാക്കുകൾക്ക് മുന്നിൽ ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾക്കറിയാം, ഇത് ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ ഇത് നെക്സ്റ്റ് ടൈം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ചേർക്കുന്നത്? ഇതയാണ് ചേർക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് മുന്നിൽ ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇത് വയലിൻ, ഇത് സാക്സോൺ. ഇത്തരത്തിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേര് വരുമ്പോൾ അതിന് മുമ്പിലായിട്ട് നമ്മൾ എന്ത് ചേർക്കും? ഇത് ചേർക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ചില സമയങ്ങൾ പറയുമ്പോൾ സമയത്തിന് മുമ്പിലായിട്ട് ഇത് ചേർക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട്,
ഇൻ ദ ഈവണിങ്, ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഇത്തരത്തിൽ സമയങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചേർക്കുന്നു? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഓർഡിനറി നമ്പേഴ്സിന് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓർഡിനറി നമ്പേഴ്സ് ഏതൊക്കെയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് അപ്പോൾ നമ്മൾ പറയില്ലേ, അതാണ് ഓർഡിനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിലുള്ള ഓർഡിനറി നമ്പേഴ്സിന് മുന്നിൽ എന്തുപയോഗിക്കുന്നു? ദ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇത്തരത്തിൽ ഓർഡിനറി നമ്പേഴ്സിന് മുമ്പിലും ദ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കോണ്ടിനെൻറ്റ്സ്, കൺട്രി, സിറ്റി എന്നിവയ്ക്ക് മുന്നിൽ ഇത് ആവശ്യമില്ല. ഈ കോണ്ടിനെൻറ്റ്സ്, കൺട്രി, സിറ്റി ഇവയുടെയൊക്കെ പേരെന്താണ്? പ്രോപ്പറായിട്ടൊരു നൗണാണ് അല്ലേ. അപ്പോൾ ഇത്ര പ്രോപ്പർ നൗണിന് മുമ്പിലായിട്ട് ദ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഹി വെൻറ്റ് ടു ജർമ്മനി. ഹി വെൻറ്റ് ടു ദി ജർമ്മനി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഹി വെൻറ്റ് ടു ജർമ്മനിയാണ് കറക്റ്റ്. ഇത്തരത്തിൽ കൺട്രീസിൻ്റെയും സിറ്റിയുടെയൊക്കെ പേര് വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കും? ദ ചേർക്കില്ല. എന്നാൽ യുണൈറ്റഡായി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിളായിട്ട് ദ USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അല്ലേ. ഇതൊരു കോമ്പിനേഷൻ ഓഫ് വേർഡാണ് അല്ലേ. വേർഡ് ഇത്തരത്തിലുള്ള വാക്കുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കും? ദ ചേർക്കുന്നു. നെക്സ്റ്റായിട്ട് ഇവിടെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസാണ് കൊടുത്തേക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.